അല്ല 2006 ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യുന്ന ഒരു ഫ്ലൂക്കായിരുന്നു. ഞാൻ എൻ്റെ അന്ന് 10-12 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു BPL മൊബൈൽ എന്ന് പറയുന്ന കമ്പനി, ഞാൻ ഉണ്ടാക്കിയ കമ്പനി വിറ്റിട്ട് ഒരു 6 മാസം ബ്രേക്ക് എടുത്തിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ഫിറ്റ് ആവാം, ഒരു എക്സസൈസ് റെജീമും തിങ്കിങ് റീഡിങ്. ആ സമയത്ത് ആരും എന്നോട് ഒരു ഓഫർ തന്നു ദേവേഗൗഡജിനെ മീറ്റ് ചെയ്യാൻ. ഭയങ്കര ഫ്ലൂക്കായിട്ട് ഞാൻ ഏഷ്യാനെറ്റിലൊരു പിക്ചർ ഒന്ന് കാണുന്നു, ബിരിയാണി. പൊളിറ്റിക്സ് ഇല്ല. ഇല്ലല്ല, എനിക്ക് നാഷണൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ട് മനസ്സിൽ. എൻ്റെ അച്ഛൻ ഒരു എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. എനിക്കൊരു ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയി ഒരു ഫ്ലൂക്കായി പോയി. അദ്ദേഹം എൻ്റെ മൈൻഡിൽ ഈ പോളിറ്റിക്സിൻ്റെ കരിയറിനെ പറ്റി ഒരു സജഷൻ തന്നു. എന്നിട്ട് അതെല്ലാം ഒരു പെട്ടെന്ന് ട്രാൻസ്ഫോമായി. ഒരു മാസത്തിൽ ഞാൻ MB ആയി. MB ആയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്വെയറിങ്ങിന് പോയപ്പോൾ അന്ന് എൻ്റെ ചേംബറിൽ ബൃന്ദ കരാട്ടും മാർഗ്രറ്റ് ആൽവ, രണ്ട് ലെഫ്റ്റും, അന്ന് UPA കോളീഷൻ ആയിരുന്നല്ലോ, ലെഫ്റ്റ് സപ്പോർട്ടഡ് കോളീഷൻ ആയിരുന്നു കോൺഗ്രസ്. അവർ രണ്ടാളും ഇരുന്നിട്ട് അവരുടെ വിസ്പർ ഞാൻ കേട്ടു. ഓ നോക്കൂ, ബിസിനസ് മാൻ പോളിറ്റിക്സിൽ എൻ്റർ ആയിട്ടുണ്ട്, ഫ്ലോപ്പ് ആവാൻ പോവാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അത് ഒരു വിവിഡ്ലി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അങ്ങനെ ഇവരാണ് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അവരെ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഞാൻ പോളിറ്റിക്സിൽ ഞാൻ സക്സസ്ഫുൾ ആവാൻ എനിക്ക് കഴിവുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചാലഞ്ചായിട്ട് എടുത്തു. എന്നിട്ട് ആ ഒരു ടേമിൽ ഏറ്റവും വലിയ ഇഷ്യൂസ് ഞാൻ എടുത്തു. 1 റാങ്ക് 1 പെൻഷൻ, പിന്നെ 2G സ്കാം, പിന്നെ റോബർട്ട് വാഡ്രയും രാഹുൽ ഗാന്ധിക്കും സെക്യൂരിറ്റി ഫ്രിസ്കിങ് എക്സെംപ്റ്റഡ് ആയിരുന്നു എയർപോർട്ട്സിൽ. അത് ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്ത് പാർലമെൻറ്റിൽ അവരെ ഫ്രിസ്കിങ് ചെയ്യണമെന്ന് ഒരു മാൻഡേറ്റ് ചെയ്തു. പിന്നെ കാർഗിൽ വിജയ് ദിവസ് കോൺഗ്രസ് 2010 വരെ പറഞ്ഞു വി വിൽ നോട്ട് സെലിബ്രേറ്റ് ഇറ്റ്, അത് BJPൻ്റെ വാറാണ്. അത് ഞാൻ പാർലമെൻറ്റിൽ ആജിറ്റേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു ദാറ്റ് ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റും, ഇതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എനിക്കൊരു കഴിവുണ്ട്. അപ്പോഴും അതൊരു റെഡ് കാർപ്പറ്റ് അല്ലല്ലോ പൊളിറ്റിക്സ്, ഈ ബിസിനസ് ഇൻഡസ്ട്രി. ഇല്ല, ഞാൻ മേ ബി ഒരു 2006-2007 ഇങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ ഈ പോളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഒരു നാച്ചുറൽ ആയിരുന്നില്ലല്ലോ. എനിക്ക് പോളിറ്റിക്സ് എല്ലാം പുറത്തുനിന്നല്ല കാണുന്നത്, ഈ പാർലമെന്റ് സിസ്റ്റമും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. എന്നിട്ട് ഞാൻ പോയത് ആസ് എൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഓപ്പോസിഷനിൽ ഇരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് MP ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്കൊരു പാർട്ടി സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം എനിക്ക് തന്നെ ചെയ്യേണ്ടിയിരുന്നു. ഒരു 2007 ഞാൻ വിചാരിച്ചു ഇതൊരു 1 ടേം വണ്ടർ ആയിരിക്കും. 2006 to 2012 ഒരു നല്ല എക്സ്പീരിയൻസ്, അത് നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ബട്ട് 2008 കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇതിൽ ഒരു സീരിയസ് പണി ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്, അത് ചെയ്യണം. എന്നിട്ട് പിന്നെ 12 എനിക്ക് സെക്കൻഡ് ടേം കിട്ടി, പിന്നെ 18 തേർഡ് ടേം.